ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിനുണ്ടായ വിലക്കുറവ് വൻ നേട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യ. എണ്ണവില $70 താഴേക്ക് പോയതിനെ തുടർന്നുകൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവിൽ ഏകദേശം 1.8 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടാക്കുമെന്ന് വ്യവസായ വിദഗ്ധരും അതുപോലെ സർക്കാർ വൃത്തങ്ങളുമെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ലാഭം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിൽ കുറയ്ക്കുന്നതായിരിക്കും. അതുപോലെ വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്തുമെന്നും വിദഗ്ധർ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നത്. തങ്ങളുടെ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങളുടെ 88% പ്രകൃതിവാതക ഉപഭോഗത്തിന്റെ 51% രാജ്യം ഇറക്കുമതിയാണ് കൂടുതലും ചെയ്യുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി മാത്രം $137 ബില്യൺ ഇന്ത്യ കൂടുതലും ചെലവഴിച്ചിരുന്നത്. മുൻവർഷത്തെ $133 ബില്യൺ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അളവിൽ $4 ബില്യൺ വർധനവാണ് ഉണ്ടായതും. ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $1 കുറയുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൽ വർഷം തോറും ഏകദേശം 13,000 കോടി രൂപ ലഭിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ക്രൂഡ് ഓയിൽ വില കുറയുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് വൻ തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഉപഭോഗ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായി ഇത് യഥാർത്ഥത്തിൽ മാറുന്നുണ്ട്. പ്രകൃതിവാതക ഇറക്കുമതിക്ക് $15 ബില്യൺ ചെലവായിരുന്നു. 2023-24 $13 ബില്യൺ അപേക്ഷിച്ച് $2 ബില്യൺ വർധനവും ഉണ്ടായിട്ടുണ്ട്. ആഗോള എണ്ണ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തു. മാത്രമല്ല ഇറക്കുമതി ചെലവ് ഉയർത്തുന്നത് വ്യാപാര കമ്മിയും കറന്റ് അക്കൗണ്ട് കമ്മിയും യഥാർത്ഥത്തിൽ ഉയർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആഗോള എണ്ണ വിപണിയിലെ സമീപകാല ഇടിവ് ഇന്ത്യക്ക് നൽകുന്ന ആശ്വാസം യഥാർത്ഥത്തിൽ ചെറുതല്ലായിരുന്നു. അതുപോലെ ആഗോള ക്രൂഡ് ഓയിൽ വിലയിലെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശ്രദ്ധേയമായ ഇടിവാണ് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയത്. ചൈന പോലുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള വ്യവസായിക അതുപോലെ ഉപഭോക്തൃ ഡിമാൻഡ് കുറഞ്ഞതാണ് യഥാർത്ഥത്തിൽ എണ്ണ വിലയെ താഴേക്ക് നയിച്ച പ്രധാന ഘടകമെന്നും പറയുവാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2025 ആഗോള എണ്ണ വിതരണം പ്രതിദിനം 1.7 മില്യൺ ബാരൽ വർദ്ധിക്കുമെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കപ്പെടുന്നത്. ആഗോള വിപണിയിലെ വിലയിടിവിന്റെ നല്ല വാർത്തകൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ വലിയ രീതിയിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 2024-25 ഇന്ത്യയുടെ ആഭ്യന്തര ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം എന്നത് 2.5% കുറഞ്ഞും 26.5 മില്യൺ മെട്രിക് ടണ്ണായപ്പോൾ പ്രകൃതിവാതക ഉൽപ്പാദനം എന്നത് 1% കുറഞ്ഞത് 36.1 ബില്യൺ ക്യൂബിക് മീറ്ററായി മാറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിലെ പ്രധാന കാരണം എന്നത് ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുമെന്നതാണ്. കുറഞ്ഞ വിലയിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു ഭാഗം ഇതുമൂലം യഥാർത്ഥത്തിൽ ഇല്ലാതാവുകയും ചെയ്യും. ആഗോള എണ്ണവില കുറയുന്നുണ്ടെങ്കിലും റഷ്യൻ എണ്ണയ്ക്ക് US ഉപരോധം, ഒപെക് പ്ലസ് ഉൽപാദന തീരുമാനങ്ങളും ഉൾപ്പെടെയുള്ള ഭൗമരാഷ്ട്രീയ സംഭവങ്ങൾ ഭാവിയിൽ വലിയ രീതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയും ഇപ്പോൾ കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ റിഫൈനിങ് ശേഷി എന്നത് 22% വർദ്ധിപ്പിക്കുമെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കപ്പെടുന്നത്.